ഇന്നലെ മുതൽ ഒരുപക്ഷെ മലയാളികൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കുറേ പാട്ടുകൾ വീണ്ടും കേൾക്കുകയാണ്, വീണ്ടും കാണുകയാണ്. ഒന്ന് കേട്ടാൽ മതി അതിൻ്റെ വരികൾ മുഴുവൻ, ആ ഭാവം മുഴുവൻ, ആ എന്തിനാ ഗാനത്തിലെ ദൃശ്യങ്ങൾ പോലും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പം എത്രയെത്ര പാട്ടോർമ്മകൾ ബാക്കി വെച്ചാണ് ജാനകിയമ്മ വിട വാങ്ങുന്നത്. ആയിരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് ആ മടക്കം, ആ വിയോഗം. കെ.ബി. ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, പൊതുദർശനം എപ്പോൾ ആരംഭിക്കും? എങ്ങനെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ? 8 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മൈസൂരു ബൊഗാദിയിലുള്ള എസ് ജാനകിയമ്മ അവസാനമായി താമസിച്ച വീട്ടിലാണ്. ഏതായാലും ഈ വീട്ടിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തദ്ദേശീയരായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവർക്കെല്ലാം തന്നെ അവസാനമായി ജാനകിയമ്മയെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് ശേഷമായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം വരെ ഏതാണ്ട് 3 മണി വരെ പൊതുദർശനം എന്നുള്ളതാണ് നിലവിൽ ഉള്ള ഒരു ക്രമീകരണം. അതിനുശേഷം നവീൻസ് ഫാം, അത് ജാനകിയമ്മയുടെ മകൻ്റെ ഫാം ഹൗസിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിലേതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം, നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയാണ് എസ് ജാനകിയെ യാത്രയേക്കാൻ വേണ്ടി പോകുന്നത്. മുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ അക്കാര്യത്തിൽ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യയോട് ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട നേതൃത്വം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും ഉണ്ട്. ഏതായാലും എസ് ജാനകിയെ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ഒരു പാട്ട് പോലും നമ്മൾ ഓർക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. ആ എല്ലാ രസവും അവരുടെ ആ പാട്ടുകളിൽ നമുക്ക് പ്രകടമാണ്. എസ് ജാനകിയമ്മ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലൊരു അമ്മയുടെ അല്ലെങ്കിൽ വളരെയധികം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം മാത്രമേ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരാറുള്ളൂ. ഇപ്പോൾ നമ്മൾ കേട്ട നിത്യഹരിത ഗാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതാണ്ട് 5000-ഓളം പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യായുസ് കൊണ്ട് എല്ലാവർക്കും സാധിക്കണം എന്നുമില്ല. അങ്ങനെ മനുഷ്യ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ കാലയവനികയ്ക്കുള്ളിൽ മടഞ്ഞു പോകുന്നത്. ഏതായാലും എസ് ജാനകിക്ക് രാജ്യം കണ്ട ഏറ്റവും മികച്ച പാട്ടുകാരിൽ ഒരാളായ, ഗായകരിൽ ഒരാളായ എസ് ജാനകിക്ക് ഉചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പ് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് മൈസൂരു കേന്ദ്രീകരിച്ച് നടക്കുന്നത്. മൈസൂരുവിലാണ് അവസാന കാലത്ത് എസ് ജാനകിയമ്മ താമസിച്ചിരുന്നത്. ഈ നഗരത്തോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട് എന്നൊക്കെ അവർ പലപ്പോഴും പല അഭിമുഖങ്ങളിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഈ നാടിനെ സ്നേഹിച്ച, അതായത് ആന്ധ്രാപ്രദേശിൽ ജനിച്ച് വിവിധ ഭാഷകളിൽ, നമുക്ക് ഓരോ സൗത്ത് ഇന്ത്യൻ ഭാഷകളെടുത്താൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെടുത്താൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവരെല്ലാം ജാനകിയമ്മ അവിടുത്തെ ആളുകളാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ, അതായത് അവരിൽ ഒരാളായി മാറിയ ഒരു വ്യക്തിത്വം. ഇപ്പം മലയാളികളെ സംബന്ധിച്ച് എസ് ജാനകി മലയാളി അല്ല എന്ന് പറഞ്ഞാൽ ആരും ഒരുപക്ഷെ വിശ്വസിക്കാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ അല്പം പ്രയാസം ആകാൻ സാധ്യതയുണ്ട്. നിലവിലേതായാലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുദർശനത്തിനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. മൈസൂരെ സംബന്ധിച്ച് നിരവധി മലയാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ മലയാളികളായിട്ടുള്ള ആളുകൾ, ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെ അനവധി ആളുകളാണ് ഇപ്പോൾ എസ് ജാനകിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രദേശവാസികൾക്കെല്ലാം അമ്മ വളരെ പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ശ്രീധരനിലേക്ക് മടങ്ങി വരാം. ഈ പറഞ്ഞതുപോലെ എസ് ജാനകി എന്നുള്ളത് ಅವರ ಹಾಡುಗಳು ಒಂದೆರಡು ಕದಲು ಕನ್ನಡದಲ್ಲಿ, ತಮಿಳಿನಲ್ಲಿ, ತೆಲುಗಿನಲ್ಲಿ. ಹಂಗೆ ನೋಡಿದ್ರೆ ನಮ್ಮ ಕನ್ನಡ ಚಾನಲ್ಗಳಿಗೆ ಎಲ್ಲ ಆಗ್ತಾ ಇರೋದು. ನಾನು ರಾತ್ರಿಯಿಂದ TV ನೋಡಿದ್ದೀನಿ. ಈ ತಮಿಳ್ ಚಾನಲ್ಲು ಮತ್ತು ಆ ತೆಲುಗು ಚಾನಲ್ ಕಡಿಮೆ. ನಮ್ಮ ಕನ್ನಡ ಚಾನಲ್ ಮೈಸೂರಲ್ಲಿದ್ದಾರೆ ಅಂತಲೋ ಅಥವಾ ಮೈಸೂರಲ್ಲಿ ಅಂತ್ಯ ಸಂಸ್ಕಾರ ಅಂತಲೋ ಏನೋ ಗೊತ್ತಿಲ್ಲ. ಆದರೆ ನಮ್ಮ ಕನ್ನಡ ಎಲ್ಲ ಚಾನಲ್ಗಳು ತೋರಿಸ್ತಿದ್ದಾರೆ ಅವರನ್ನು. ರಾತ್ರಿ ನೋಡಿದ ತಕ್ಷಣವೇ ತುಂಬಾ ಬೇಜಾರಾಯ್ತು. ವಿಷಯ ಗೊತ್ತಾದ ತಕ್ಷಣ. മൈസൂരുവിലാണ് സംസ്കാര ചടങ്ങുകൾ
പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ജാനകി അമ്മയ്ക്ക് വിട നൽകാൻ വേണ്ടി, ആദരമർപ്പിക്കാൻ വേണ്ടി, അവസാനമായി മുഖം ഒന്ന് കണ്ട് ആദരമർപ്പിക്കാൻ വേണ്ടി, അവരുടെ സ്നേഹം അറിയിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനം കഴിഞ്ഞ് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ ശ്രീധരൻ പറഞ്ഞതുപോലെ എസ് ജാനകി എന്ന് ആരും വിളിക്കാറില്ല. ജാനകി അമ്മയാണ്, പ്രായഭേദമന്യേ ജാനകി അമ്മയാണ് എല്ലാവർക്കും. പല ഗാനങ്ങളും ഒരുപക്ഷെ ഒരു തലമുറയെ മുഴുവൻ താരാട്ടുപാടി ഉറക്കിയ ഒട്ടനവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമുക്ക് ബാക്കി വെച്ചിട്ടാണ് മടക്കം.